ഹായ്, എല്ലാവർക്കും സൈറ ലേണിംഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ 11ാമത്തെ ടെസ്റ്റ് പേപ്പർ മാത്സ് ആൻഡ് ഇന്റർപ്രിറ്റേഷന് 11ാമത്തെ ടെസ്റ്റ് പേപ്പർ ഇട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇപ്രാവശ്യം എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? വർക്ക് ആൻഡ് ടൈം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇപ്രാവശ്യം ഉണ്ടായിരുന്നത് അല്ലേ? ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക, എളുപ്പത്തിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ റെഡി ആണല്ലോ? യെസ്. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഇഫ് 80 persons can finish a work in within 16 days by working 6 hours a day, the number of hours a day should 64 persons work to finish that job within 15 days is എന്നാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഏത് രീതിയിലാണ്? നമുക്കറിയാം ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ആ ഇക്വേഷൻ? എം M1 D1 T1 divided by W1 is equal to M2 D2 T2 divided by W2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ എം എന്താണ്? എം എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മെൻ ഓർ നമ്പർ ഓഫ് പേഴ്സൺസ് എന്നുള്ളതാണ് എം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ? എന്താണ് ഡി? ഡി എന്ന് ഉദ്ദേശിക്കുന്ന നമ്പർ ഓഫ് ഡേയ്സ് ആണ് അല്ലെ? എത്ര ദിവസം എന്നുള്ള കേസിലാണ് നമ്മൾ ഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടി എന്താണ്? ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് അവേഴ്സ് ഓർ നമ്പർ ഓഫ് ടൈം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്പർ ഓഫ് അവേഴ്സ് ആണ് ഇവിടുത്തെ കേസിൽ. നമ്പർ ഓഫ് അവേഴ്സ് ആണ്. ദെൻ ഡബ്ല്യു എന്ന് ഉദ്ദേശിക്കുന്നതാണ് വർക്ക് ഡൺ എന്നുള്ളതാണ്. എത്രത്തോളം വർക്ക് ചെയ്തു എന്നുള്ള സ്ഥാനത്തെയാണ് നമ്മൾ ഡബ്ല്യു എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കേസിൽ ആദ്യത്തെ കേസിൽ അതായത് രണ്ട് ഭാഗമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 80 ആളുകൾ ഒരു ജോലി 16 ദിവസം 6 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യുന്നു. ഇപ്പൊ 80 ആളുകൾ ദിവസം എത്രയാണ്? 16 ദിവസം എത്ര മണിക്കൂർ വെച്ചിട്ടാണ്? 6 മണിക്കൂർ വെച്ചിട്ടാണ്. എത്ര വർക്കാണ് അവിടെ തന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വർക്കിന്റെ കേസ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ കേസിൽ എത്രയാ പറഞ്ഞേക്കണ? The number of hours a day should 64 persons will work to finish the very job within 15 days. T എത്രയാണ്? 15 ആണ്. T ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ T2 നമുക്ക് അറിയില്ല. T2 കണ്ടുപിടിക്കണം. T2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 64 into 15 പ്രതികൊണ്ടാണ്. അപ്പൊ എന്ത് വരും? 80 into 16 into 6 divided by 64 into 15 എന്നുള്ള ലെവലിലാണ് നമുക്ക് ഇവിടെ വരും. ഓക്കെ, സോ ഇനി നമുക്ക് ഇതിനെ ചെറുതാക്കാം. 16 64 എത്ര പ്രാവശ്യം പോവും? 4 പ്രാവശ്യം പോവും. നമുക്കറിയാം 4 80 എത്ര പ്രാവശ്യം പോവും? 20 പ്രാവശ്യം പോവും നമുക്കറിയാം. 20ഉം 6ഉം 20ഉം 15ഉം എന്തിൽ പോവും? 5ൽ പോവും അറിയാം. 5ന് 15 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. 25 എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. 3ഉം 6ഉം 2 പ്രാവശ്യം പോകും അറിയാം. അങ്ങനെ 4 into 2 8 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും എത്ര പേർക്ക്? 24 പേർക്ക് 15 ദിവസം കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം എന്തായിരുന്നു? ഇഫ് 3 men or 6 women can do a piece of work in 16 days, in how many days can 12 men and 8 women can do the same piece of work എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് 3 men or 6 women എന്ന് പറയുമ്പോൾ 3 മെന്നിന് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റും? 16 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ വേണ്ടി പറ്റും. അതേ കേസിൽ 6 വുമൺ വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവും? 16 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവും. 3 മെന്ന് 16 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വർക്ക് ഒരു മെൻ ആണെങ്കിൽ എത്ര ദിവസം കൊണ്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യാം? ഒരു മെൻ എന്ന് പറയും 16 into 3. അപ്പൊ 3 മെൻ എന്ന് പറയുമ്പോൾ 16 ദിവസം കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വർക്ക് ആണെങ്കിൽ ഒരാള് മാത്രം വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് 16 into 3 48 ദിവസം കൊണ്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക. ഒരു വുമൺ ആണെങ്കിലോ 6 വുമൻസിന് 16 ദിവസം കൊണ്ട്. അപ്പൊ ഒരു വുമൺ ആണെങ്കിൽ 16 into 6 96 ദിവസം കൊണ്ടായിരിക്കും വർക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഒരു മെന്നിന് 48 ദിവസം കൊണ്ടും ഒരു വുമണിന് 96 ദിവസം കൊണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് നമ്മൾ എങ്ങനെയാണ് ഇതിനെ കണ്ടുപിടിക്കുക? നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇവിടുത്തെ LCM കണ്ടുപിടിക്കണം അല്ലെ? LCM എന്ന് പറയുന്നത് എന്താണ്? 48നെയും 96നെയും ഏതൊരു സംഖ്യയുടെയും തന്നിരിക്കുന്ന സംഖ്യകളുടെ LCM കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതിലെ ഏറ്റവും വലിയ സംഖ്യക്ക് ഈക്വലന്റോ അല്ലെങ്കിൽ അതിന്റെ മൾട്ടിപ്ലോ ആയിരിക്കും എപ്പോഴും LCM. ഇവിടെ ഏറ്റവും വലിയ സംഖ്യ ഏതാ? 96 ആണ്. 96 എന്ന് പറയുന്നത് 48ന്റെ ഇരട്ടിയാണ് നമുക്കറിയാം. ഇപ്പൊ 48ന്റെ ഇരട്ടിയാണ് 96. അതുകൊണ്ട് തന്നെ 96 ആണ് ഇവിടുത്തെ LCM. അതായത് തന്നിരിക്കുന്ന സംഖ്യകളിലെ ഏറ്റവും വലിയ സംഖ്യയാണോ LCM എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള സംഖ്യകളുടെയൊക്കെ മൾട്ടിപ്പിൾ ആണോ ആ സംഖ്യ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യ ആയിരിക്കും അവിടുത്തെ LCM. അല്ലെങ്കിൽ ആ 96ന്റെ അടുത്ത മൾട്ടിപ്പിൾ എടുത്ത് പോകണം. അങ്ങനെ 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 നോക്കിയാണ് നമ്മൾ പോകേണ്ടത്. അപ്പൊ ഇത് 96 48ന്റെ മൾട്ടിപ്പിൾ ആണ്. സോ അതുകൊണ്ട് ഇവിടുത്തെ LCM എത്രയാണ്? 96 ആണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പണി എന്താ? മൊത്തം വർക്കിനെ നമ്മൾ എത്ര പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? 96 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മൊത്തം ജോലി 96 പാർട്ടാണ്. 96 പാർട്ടിൽ ഒരു മെൻ ഒരു ദിവസം കൊണ്ട്, അതായത് 40 ദിവസം കൊണ്ടാണ് ശരിക്കും ഒരു മെൻ വർക്ക് കംപ്ലീറ്റ് ആക്കാം. 96 പാർട്ട് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ
96 പാട്ട് 48 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കുമെങ്കിൽ ഒരു ദിവസത്തിൽ എത്ര പാട്ട് കംപ്ലീറ്റ് ആകും? 96/48 രണ്ട് പാട്ട് വെച്ച് കംപ്ലീറ്റ് ആക്കുന്നുണ്ടാവും. ഒരാൾ ഒരു ദിവസം രണ്ട് പാട്ട് വെച്ച് കംപ്ലീറ്റ് ചെയ്താലാണ് 48 ദിവസം കൊണ്ട് 96 പാട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുക. എന്ന് പറയുന്നത് മൊത്തം ജോലി എത്ര പാട്ടാക്കി എടുക്കുന്നു എന്നുള്ളൊരു കണ്ടീഷൻ എടുക്കണം. ആണെങ്കിലോ 96/96 കാരണം 96 ദിവസം എടുക്കണം. 96 പാട്ട് കംപ്ലീറ്റ് ആക്കാൻ ഒരു ദിവസത്തിൽ എത്ര പാട്ട് ചെയ്യും? 96/96 ഒരു പാട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. വുമൺ രണ്ട് പാട്ട്, മെൻ വുമൺ ഒരു പാട്ട്, മെൻ രണ്ട് പാട്ടും വർക്ക് ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ അടുത്തതായിട്ട് എഴുതേണ്ടത്. ഓക്കെ, ഇവിടുത്തെ ചോദ്യം എന്താ? 12 മെൻ ആൻഡ് 8 വുമൺ ആണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. ഒരു എഫിഷ്യൻസി ആണ് രണ്ട് പാട്ട് എന്ന് വെച്ചാൽ ഒരു മെൻ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന വർക്കാണ് രണ്ട് പാട്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 12 മെൻ വരുമ്പോ എത്ര പാട്ട് കംപ്ലീറ്റ് ആവുന്ന ആലോചിച്ച് നോക്കിയേ. 12 മെൻ ഒരു മിനിറ്റ് 12 മെന്ന് വരുമ്പോ 12 മെന്നും പിന്നെ എന്തുകൊണ്ട് ആൻഡ് 8 വുമണും ആണുള്ളത്. 12 മെൻ വരുമ്പോ എത്ര പാട്ട് കംപ്ലീറ്റ് ആക്കി നോക്കി. ഒരു മെൻ രണ്ട് പാട്ട് വെച്ച് 12 മെൻ ആകുമ്പോ എത്ര പാട്ട് കംപ്ലീറ്റ് ആവും? 24 പാട്ട് കംപ്ലീറ്റ് ആവും. പ്ലസ് 8 വുമൺ ആകുമ്പോഴോ ഒരു വുമൺ ഒരു പാട്ടാണ് കംപ്ലീറ്റ് ആക്കുക. അപ്പൊ 8 വുമൺ എത്ര പാട്ട് കംപ്ലീറ്റ് ആക്കും? 8 പാട്ട്. അപ്പൊ 24 പ്ലസ് 8 32 പാട്ട് അവിടെ ഒരു ദിവസത്തിൽ കംപ്ലീറ്റ് ആവുന്നുണ്ട് അല്ലെ. വൺ ഡേ വർക്ക് ഓഫ് 12 വുമൺ ആൻഡ് 12 മെൻ ആൻഡ് 8 വുമൺ എന്ന് പറയുന്നത് എത്രയാണ്? 32 പാട്ട് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. അവിടെ മൊത്തം എത്ര പാട്ട് കംപ്ലീറ്റ് ആക്കാനുണ്ട്? 96 പാട്ട് അവിടെ മൊത്തം കംപ്ലീറ്റ് ആക്കാനുണ്ട്. അപ്പോ അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം വേണമെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 96/32 LCM ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആണ് നമ്പർ ഓഫ് ഡേയ്സ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഒരു മെന്നിന്റെ എഫിഷ്യൻസി ആണ് 2, 12 മെന്നിന്റെ എഫിഷ്യൻസി 24 അല്ലെ. പിന്നെ 8 വുമന്റെ ഒരു വുമന്റെ എഫിഷ്യൻസി ആണ് 1. 8 വുമന്റെ എഫിഷ്യൻസി എത്രയായിരിക്കും? 8 × 1 8 ആയിരിക്കും വരും. അങ്ങനെ 24 8 കൂട്ടുമ്പോൾ 32. അപ്പൊ 96/32 എന്ന് പറയുമ്പോൾ എത്ര കിട്ടാം? 3 ഡേയ്സ് കൊണ്ടായിരിക്കും ഇവർ ഈ വർക്ക് കംപ്ലീറ്റ് ആക്കുക. അപ്പൊ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കുക? 3 ദിവസം കൊണ്ട് ആ ജോലി അവർ കംപ്ലീറ്റ് ആക്കിയിരുന്ന. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? A can finish a work in 18 days and B can do the same work in half time taken by A. Right? When working together, what part of the work they can finish in a day എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ചെയ്യേണ്ട കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ A ദിവസം കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കും, 18 ദിവസം കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കും അല്ലെ. ബിക്ക് അതിന്റെ പകുതി ദിവസം മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബിക്ക് എത്ര ദിവസം വേണം? ബിക്ക് 18ന്റെ പകുതി ദിവസം എന്ന് പറയുമ്പോൾ 9 ദിവസം മതി. ഇനി നമ്മൾ ഇതിന്റെ LCM കണ്ടുപിടിക്കാം. 18ന്റെയും 9ന്റെയും LCM എത്രയാ? 18 ആയിരിക്കും. ഏറ്റവും വലിയ സംഖ്യ 18 ആണ്. അത് 9ന്റെയും മൾട്ടിപ്ലൈ ആയതുകൊണ്ട് 18 ആയിരിക്കും ഇവിടുത്തെ LCM എന്ന് പറയുന്ന സാധനം. ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 18/18 1 എന്ന് കിട്ടും. 18/9 എത്രയെന്ന് കിട്ടും? 2 എന്ന് ബിയുടെ എഫിഷ്യൻസി കിട്ടും. അപ്പൊ എയുടെ എഫിഷ്യൻസി ഒരു പാർട്ട്, അതായത് ഒരു ദിവസം കൊണ്ട് ഒരു പാർട്ട് വർക്ക് എ ചെയ്യും. ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് 2 പാർട്ട് വർക്ക് ചെയ്യും അല്ലെ. ടോട്ടൽ എത്ര പാർട്ട് വർക്ക് അവിടെ കംപ്ലീറ്റ് ആവുന്നത് നോക്കിക്കേ. 1 + 2 3 പാർട്ട് വർക്ക് അവിടെ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവുന്നുണ്ട് അല്ലെ. എത്രയില്? 18 പാർട്ടിൽ 3 പാർട്ട് അവിടെ കംപ്ലീറ്റ് ആവുന്നു അല്ലെ ഒരു ദിവസം കൊണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര പാർട്ട് ആയിരിക്കും കംപ്ലീറ്റ് ആവും? 18ൽ 3 പാർട്ട് എന്ന് പറയുമ്പോൾ 3ലും 18ലും എന്ത് കോമൺ ആയിട്ട് പോകും? 3 പോകും അല്ലെ. 3ൽ 3 പ്രാവശ്യം, 18ൽ 3 6 പ്രാവശ്യം. സോ അപ്പൊ എത്ര പാർട്ട് കംപ്ലീറ്റ് ആയി? 1/6 പാർട്ട് ആയിരിക്കും ഒരു ദിവസത്തിൽ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റാം. ഇത്രേ ആലോചിക്കേണ്ട ആവശ്യമുള്ളൂ. 18 പാർട്ടാണ് ജോലി അവിടെ ഉള്ളത്. അതിൽ ഒരു ദിവസത്തിൽ എത്ര പാർട്ട് ചെയ്യുന്നുണ്ട് അവര്? എ ഒരു പാർട്ടും ബി 2 പാർട്ടും ചെയ്യുന്നു. ടോട്ടൽ 2 പേരും കൂടെ വർക്ക് ചെയ്യും. വർക്കിംഗ് ടുഗദർ എന്ന് പറയുമ്പോൾ 1 + 2 3 പാർട്ട് അവിടെ കംപ്ലീറ്റ് ആവുന്നു. സോ 18ൽ 3 പാർട്ട് എന്ന് പറഞ്ഞു എത്രയാണ്? 1/6 ആയിരിക്കും അവിടെ ഒരു ദിവസം കംപ്ലീറ്റ് ആക്കുന്ന വർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സുമൻ ക്യാൻ ഡു എ വർക്ക് ഇൻ 3 days അല്ലെ. സുമന് എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? 3 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സുമൻ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 3 days. സുമതിക്ക് എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? ക്യാൻ ഡു ഇറ്റ് ഇൻ 2 days അല്ലെ. 2 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ബോത്ത് ഓഫ് ദം ഫിനിഷ് ദ വർക്ക് ടുഗദർ ആൻഡ് ഗെറ്റ് ₹150. വാട്ട് ഈസ് ദ ഷെയർ ഓഫ് സുമൻ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ LCM മറ്റു കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ എന്താണ് ചെയ്യുന്നത്. സോ LCM എത്രയായിരിക്കും ഇവിടുത്തെ? സുമൻ 3 പാർട്ടും 3 ദിവസം കൊണ്ടും സുമൻ 2 ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ LCM എത്രയായിരിക്കും? ഏറ്റവും വലിയ സംഖ്യ 3 ആണ്. പക്ഷെ 3 എന്തിന്റെ മൾട്ടിപ്പിൾ അല്ല? 2ന്റെ മൾട്ടിപ്പിൾ അല്ല അല്ലെ. തന്നിരിക്കുന്ന മറ്റേ സംഖ്യയുടെ മൾട്ടിപ്പിൾ അല്ല. 3ന്റെ അടുത്ത് മൾട്ടിപ്പിൾ എടുക്കാം. 3ന്റെ അടുത്ത മൾട്ടിപ്പിൾ ഏതാ? 6 ആണ് വരിക അല്ലെ. 6 എന്ന് പറയുന്നത് 2ന്റെയും മൾട്ടിപ്പിൾ ആണ്, 3ന്റെയും മൾട്ടിപ്പിൾ ആണ്. ഇവിടുത്തെ LCM എത്രയാണ്? 6 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എഫിഷ്യൻസി എത്രയായിരിക്കും? 6/3 2 പാർട്ട് സുമൻ ചെയ്യും. 6/2 3 പാർട്ട് ആര് ചെയ്യും? സുമൻ ചെയ്യും. എഫിഷ്യൻസി ആണ് ഇവിടുത്തെ, അതായത് അവർ ഓരോരുത്തരുടെയും കഴിവാണിത്. 2 പാർട്ട് സുമൻ ചെയ്യുന്നു, സുമതി 3 പാർട്ട് ചെയ്യുന്നു.
അപ്പൊ ഇവർക്ക് ആർക്കാണ് കൂടുതൽ പൈസ കൊടുക്കേണ്ടത്? കൂടുതൽ വർക്ക് ചെയ്യുന്നവർക്കല്ലേ? എന്ന് വെച്ചാൽ സുമതിക്കായിരിക്കും കൂടുതൽ ഇത് കൊടുക്കേണ്ടി വരിക. അതായത് 2:3 ആയിരിക്കും ഇവരുടെ, അതായത് ഇവിടുത്തെ എന്ത് നോക്കാം, ശരിക്കും അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ, ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ സുമന് 3 പാർട്ടും 3 ദിവസം കൊണ്ടും സുമതി 2 ദിവസം കൊണ്ടാണെങ്കിൽ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാം. സുമന്റെ കേസിൽ 2 പാർട്ട്, സുമിത്രയുടെ കേസിൽ 3 പാർട്ട്. അപ്പൊ 2:3 ആയിരിക്കും ഇവിടുത്തെ എന്തെന്ന് പറയുന്ന സാധനം, എഫിഷ്യൻസിയുടെ ഒരു അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിവിന്റെ ഒരു സൂചകം എന്ന് പറയുന്ന സാധനം 2:3 ആയിരിക്കും. ആ 2:3 ആണ് നമ്മൾ എന്തിനേയും ഡിവൈഡ് ചെയ്യാം, നമ്മുടെ പൈസയും ഡിവൈഡ് ചെയ്യാം. ഓക്കെ, കൂടുതൽ വർക്ക് ചെയ്യുന്ന ആരാണ്? സുമതിയാണ് അല്ലെ. സുമതിക്ക് 3 പാർട്ട് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നുണ്ട് സുമതി. ഒരു ദിവസം ഇവർ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, അവർ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്തിട്ടാണ് ആ ജോലി കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ പൈസ ആർക്കാണ് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നത്? കാരണം സുമതിക്കാണ് കൂടുതൽ, സുമതി കൂടുതൽ എഫിഷ്യന്റ് ആണ് അല്ലെ. ഇങ്ങനെയാണ്, അതായത് 2:3 എന്നുള്ള റേഷ്യോയിലാണ് അവിടെ ഡിവൈഡ് ചെയ്യേണ്ടത്. നമ്മൾ റേഷ്യോ ഒക്കെ പഠിച്ച ആളുകളായതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അപ്പൊ 150 രൂപയെ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യണം? 150നെ വാട്ട് ഇസ് ഷെയർ ഓഫ് സുമൻ എന്നുള്ളത് ചോദിച്ചിരിക്കണം. സുമന്റെ എത്രയാണ്? സുമൻ 2ഉം അല്ലെ, സുമതിയാണ് 3 ഇത് കിട്ടുന്നുണ്ട്. അപ്പൊ അതിൽ 2 പാർട്ട് സുമന് കിട്ടും. സുമൻ 5 പാർട്ടിൽ 2 പാർട്ട് സുമന് 3 പാർട്ട് സുമതിക്കും ആയിരിക്കും. അപ്പൊ 150 × 2/5. അപ്പൊ എത്ര വരിക? 150 5 30 പ്രാവശ്യം അല്ലെ, 30 × 2 60 രൂപയായിരിക്കും ആർക്ക് കിട്ടുക? സുമന് കിട്ടുക. സുമനോ 30 × 3 90 ആയിരിക്കും കിട്ടുക. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? A man, a woman and a boy can complete a work in 20 days, 30 days and 60 days respectively. How many boys must assist 2 men and 8 women so as to complete the work in 2 days എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ men, woman and a boy ആണല്ലോ. അപ്പൊ MWB എന്ന് എഴുതി. men എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആകുന്നു? 20 ദിവസം കൊണ്ട്. woman 30 ദിവസം കൊണ്ട്. boy 60 ദിവസം കൊണ്ട്. ഒരു ബോയുടെ കേസ്. ഇതിന് മൂന്നിന്റെയും എൽസിയം കണ്ടുപിടിക്കുമ്പോൾ 20ന്റെയും 30ന്റെയും 60ന്റെയും എൽസിയം എത്രയാ? 60 ആണ്. എൽസിയം 60 എന്ന് എഴുതി. ഇനി അവരുടെ എഫിഷ്യൻസീസ് കണ്ടുപിടിക്കുമ്പോൾ 60/20 3 പാർട്ട് മെൻ ചെയ്യുന്നു. 60/30 എത്ര പാർട്ട്? 2 പാർട്ട് ആര് ചെയ്യുന്നു? വുമൺ ചെയ്യുന്നു. 60 എത്ര 60 എത്ര പാർട്ട്? ഒരു പാർട്ട് നമ്മുടെ ബോയും ചെയ്യുന്നു. എന്താ പറയുക? ഹൗ മെനി ബോയ്സ് മസ്റ്റ് അസിസ്റ്റ് 2 men and 8 women. അപ്പൊ 2 മെൻ വർക്ക് ചെയ്യാണ്. ഒരു മെന്നിന്റെ എഫിഷ്യൻസി ആണ് 3. അപ്പൊ 2 മെൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ 2 × 3 6 പാർട്ട് കംപ്ലീറ്റ് ആവും അല്ലെ. 8 വുമൺ എന്ന് പറയുമ്പോൾ ഒരു വുമന്റെ പാർട്ടാണ് 2 പാർട്ട്. സോ 2 പാർട്ട് ഒരു ദിവസം കൊണ്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 8 വുമൺ വർക്ക് ചെയ്യുകയാണെങ്കിൽ 8 × 2 16 പാർട്ട് കംപ്ലീറ്റ് ആവും. അപ്പൊ 6 + 16 22 പാർട്ട് അവിടെ കംപ്ലീറ്റ് ആയിരിക്കും അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 2 ദിവസത്തിൽ ആ ജോലി ചെയ്യണമെങ്കിൽ ഒരു ദിവസത്തിൽ എത്ര പാർട്ട് കംപ്ലീറ്റ് ആവേണ്ടി വരും? മൊത്തം അവിടെ ഉള്ളത് 60 പാർട്ട് ജോലിയാണ് അല്ലെ. അത് 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ എത്ര എത്ര പാർട്ട് ഒരു ദിവസത്തിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും? 30 പാർട്ട് ഒരു ദിവസത്തിൽ കംപ്ലീറ്റ് ചെയ്താലേ 30 + 30 2 ദിവസം കൊണ്ട് 60 പാർട്ട് കംപ്ലീറ്റ് ആവുള്ളൂ അല്ലെ. ഒരു ദിവസത്തിൽ ഇവിടെ കംപ്ലീറ്റ് ആവേണ്ടത് എത്ര പാർട്ടാണ്? 8 പാർട്ട് കംപ്ലീറ്റ് ആവണം. അതിൽ ഓൾറെഡി 22 പാർട്ട് 2 മെന്നിനെയും 8 വുമണിനെയും വെച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. 2 വുമണും 8 വുമണും കൂടെ ചേരുമ്പോൾ 22 പാർട്ട് കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് എത്ര പാർട്ടാ? 8 പാർട്ടാണ്. അവിടെ ഒരു ദിവസത്തിൽ ഒരു ബോയ് ചെയ്യുന്ന ഒരു പാർട്ട് ഓഫ് ജോബ് ആണ്. സോ 8 പാർട്ട് ചെയ്യാൻ ബോയ്ക്ക് എത്ര ദിവസം വേണ്ടി വരും? എത്ര ബോയ്സ് വേണ്ടി വരും? 8 ബോയ്സ് അവിടെ വേണ്ടി വരും. സോ ദ ആൻസർ ഈസ് 8. 8 ആയിരിക്കും അവിടുത്തെ ആൻസർ ആയിട്ട് വരാം. 22 പാർട്ട് ഓൾറെഡി 2 മെന്നും 8 വുമണും കൂടെ ചേരുമ്പോൾ തീരുന്നുണ്ട്. 8 പാർട്ടാണ് ഒരു ദിവസത്തിൽ കംപ്ലീറ്റ് ആവേണ്ടത്. സോ ആ 8 പാർട്ട് കംപ്ലീറ്റ് ആക്കും. ബോയ്ക്ക് ഒരു ദിവസത്തിന് എത്ര പാർട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും? ഒരു പാർട്ടാണ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അങ്ങനത്തെ എത്ര ബോയ്സ് വേണ്ടി വരും? ഒരു ദിവസത്തിൽ 8 പാർട്ട് ആവണമെങ്കിൽ 8 ബോയ്സ് അവിടെ വേണ്ടി വരും. സോ 1 × 8 അല്ലേ 8 വരാം. അപ്പൊ 8 ബോയ്സ് വേണ്ടി വരും. സോ 8 ബോയ്സ് ആണ് 2 ദിവസത്തിൽ ഈ വർക്ക് കംപ്ലീറ്റ് ആകാൻ ഇവർക്ക് ആവശ്യമുള്ളത്. ഇപ്പൊ സപ്പോസ് ഇത് ഒറ്റ ദിവസത്തിൽ കംപ്ലീറ്റ് ആവണമെങ്കിലോ 22 + എത്ര കൂട്ടുമ്പോഴാണ് 60 കിട്ടാൻ നോക്കുക. 60 × 22 പോയാൽ എത്ര വരാം? 88 എന്ന് വരും. അപ്പൊ 30 ബോയ്സ് അവിടെ ഉണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ടും ഇവർക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. 2 മെന്നിന്റെയും 8 വുമന്റെയും ബോയ്സ് ഉണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് വേണമെങ്കിൽ ഇവർക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? A and P together can complete a piece of work in 12 days. They worked together for 5 days and then A alone finished the rest of the work in 14 days. A alone can complete the work in എന്നുള്ളതാണ് പറഞ്ഞേക്കണം. അപ്പൊ എക്കും ബിക്കും കൂടെ ഒരു ജോലി എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും? 12 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റും. 12 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റും. ഇവിടെ വേറെ ഒന്നും തരാത്തത് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ A + B 12 എന്ന് എടുക്കുന്നു. അപ്പൊ ഇവിടുത്തെ എൽസിയമും 12 തന്നെയാണ്.
അപ്പൊ ഒരു ദിവസത്തിൽ ഇവർ രണ്ടുപേരും കൂടെ ചെയ്യുന്ന എത്ര പാർട്ട് ജോബാണ് 12/12 1 പാർട്ട് ജോബ് അവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഇവർ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്യുമ്പോൾ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പാർട്ട് അവിടെ കംപ്ലീറ്റ് ആവും. അങ്ങനെയാണെങ്കിൽ 5 ദിവസം കൊണ്ട് എത്ര പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും? 5 ദിവസം കൊണ്ട് എത്ര പാർട്ട് അവിടെ കംപ്ലീറ്റ് ആവണമെന്ന് ആലോചിച്ച് നോക്കിയേ. 5 ദിവസം കൊണ്ട് 5 പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഒരു ദിവസം കൊണ്ട് ഒരു പാർട്ട് കംപ്ലീറ്റ് ആക്കുന്നു, അപ്പൊ 5 ദിവസം കൊണ്ട് 5 പാർട്ട് കംപ്ലീറ്റ് ആയി. റിമൈനിങ് വർക്ക് എത്രയാണ്? 12 പാർട്ടിൽ 5 പാർട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് ബി പോയി. റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? റിമൈനിങ് വർക്ക് ഈസ് ഈക്വൽ ടു എത്ര പാർട്ട് വർക്ക് അവിടെ ബാക്കി ഉണ്ടാവും? 12 5 പാർട്ട് കഴിഞ്ഞു, അപ്പൊ ബാക്കി എത്ര പാർട്ട്? 7 പാർട്ട് വർക്ക് അവിടെ ബാക്കി ഉണ്ടാവും അല്ലെ? ഈ 7 പാർട്ട് വർക്ക് ചെയ്യാൻ എക്ക് എത്ര ദിവസം വേണം? 14 ദിവസം വേണം അല്ലെ? അപ്പൊ 7 പാർട്ട് ചെയ്യാൻ ആർക്ക്? നമ്മുടെ എനിക്ക് 14 ദിവസം വേണമെന്നാ പറഞ്ഞത്. അപ്പൊ 14 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ ഒരു ഡേയിൽ എത്ര പാർട്ട് ആയിരിക്കും കംപ്ലീറ്റ് ആക്കാം? ഒരു ഡേയില് 1 ഡേയില് എത്ര പാർട്ട് കംപ്ലീറ്റ് ആക്കും? 7/14 പാർട്ട് കംപ്ലീറ്റ് ആക്കും. 7/14 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 1/2 പാർട്ട് ആയിരിക്കും അവിടെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റും. ഹാഫ് പാർട്ട് ഓഫ് വർക്ക് അവിടെ ഒരു ദിവസത്തിൽ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റും. ആർക്ക്? 14 ദിവസം കൊണ്ട് 7 പാർട്ട് കംപ്ലീറ്റ് ആക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഹാഫ് പാർട്ട് വെച്ച് ചെയ്യുമ്പോഴല്ലേ 14 ദിവസം കൊണ്ട് 7 പാർട്ട് കംപ്ലീറ്റ് ആവുക അല്ലെ? അങ്ങനെയാണെങ്കിൽ അപ്പൊ നമുക്ക് ഇവിടെ എഫിഷ്യൻസി കിട്ടി. എയുടെ എഫിഷ്യൻസി എത്രയാ? എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്ന ഹാഫ് ആണെന്ന് കിട്ടി അല്ലെ? അപ്പൊ 12 പാർട്ട് കംപ്ലീറ്റ് ആക്കാൻ, അതായത് മൊത്തം 12 പാർട്ട് ജോബ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആ 12 പാർട്ട് ചെയ്യാൻ എത്ര ദിവസം വേണ്ടി വരും? LCM ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി 12 ഡിവൈഡഡ് ബൈ 1/2 അല്ലെ? എത്ര വരിക? 12 ഇൻറ്റു 1/2 തിരിച്ചിട്ട് എന്താ? 2/1 ദാറ്റ് ഈസ് 24 ഡേയ്സ് ആയിരിക്കും വരിക. പറ്റല്ലേ? 6 ദിവസം അതേ പാർട്ട് ഒരു ദിവസം ചെയ്യുന്നുള്ളൂ. അപ്പൊ 12 പാർട്ട് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ 24 ദിവസം വേണ്ടി വരും. അപ്പൊ എത്ര ദിവസം കൊണ്ടാണ് എ കംപ്ലീറ്റ് ആക്കുക? എ ഒറ്റയ്ക്ക് ആ ജോലി കംപ്ലീറ്റ് ആക്കുക 24 ദിവസം കൊണ്ടായിരിക്കും ആ വർക്ക് ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ആക്കുക. അപ്പൊ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ? ഒരു ഒറ്റ കേസേ തന്നിട്ടില്ലെങ്കിൽ അത് തന്നെ LCM ആയിട്ട് എടുക്കാം. എന്നിട്ട് ഒരു പാർട്ടാണ് അവിടുത്തെ ഒരു ദിവസം കൊണ്ട് ആ ഒരു ടീം കംപ്ലീറ്റ് ആക്കുക എന്നുള്ള ലെവൽ എടുക്കാം. എന്നിട്ട് നമ്മൾ ആലോചിക്കാം 5 ദിവസം അവർ വർക്ക് ചെയ്താൽ 5 പാർട്ട് കംപ്ലീറ്റ് ആയി. ബാക്കി 12 പാർട്ടിൽ 5 പാർട്ട് കംപ്ലീറ്റ് ആയ ബാക്കി 7 പാർട്ടാണുള്ളത്. 7 പാർട്ട് വർക്ക് ചെയ്യാൻ എക്ക് എത്ര ദിവസം വേണമെന്നാ പറഞ്ഞാൽ 14 ദിവസം വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തിൽ എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യും? അതാണല്ലോ എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 1 ഡേയിൽ എത്ര പാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ 1 ഡേയിൽ 7/14 ഹാഫ് പാർട്ട് വെച്ച് ചെയ്യും. എന്നാലേ 14 ദിവസം കൊണ്ട് 7 പാർട്ട് കംപ്ലീറ്റ് ആവും. അപ്പൊ ആ ഹാഫ് പാർട്ട് വെച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം ഹാഫ് പാർട്ട് വെച്ച് ചെയ്യുമ്പോൾ എത്ര ദിവസം എടുക്കുമായിരിക്കും? 12 പാർട്ട് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ 12/12 എത്ര ദിവസം എടുക്കും? 12 ഇൻറ്റു 2/1 24 ദിവസം ആയിരിക്കും അവർ മൊത്തത്തിൽ എടുക്കുക. ക്ലിയർ ആണല്ലോ? അടുത്ത ദിവസത്തിലേക്ക് പോകുമ്പോൾ എന്താ ചോദ്യം? എ ആൻഡ് പി ടുഗദർ ക്യാൻ കംപ്ലീറ്റ് യുവർ വർക്ക് ഇൻ 8 days. പി alone can complete that work in 12 days. P alone worked for 4 days. After that, how long will A alone take to complete the work എന്നുള്ളതാണ് ചോദിച്ചേക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും കൂടെ ഒരു വർക്ക് 8 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു എന്ന് എഴുതി അല്ലെ? ബിക്ക് മാത്രമാണെങ്കിൽ ആ വർക്ക് 12 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ LCM കണ്ടുപിടിക്കാം. 8ന്റെയും 12ന്റെയും LCM. ഏറ്റവും വലിയ സംഖ്യ 12 ആണ്. 12 പക്ഷെ 8ന്റെ മൾട്ടിപ്പിൾ അല്ല. 12 അടുത്ത മൾട്ടിപ്പിൾ എടുത്തപ്പോൾ 24 ആണ്. 24 8ന്റെയും മൾട്ടിപ്പിൾ ആണ്, 12ന്റെയും മൾട്ടിപ്പിൾ ആണ്. സോ അവിടുത്തെ LCM എത്രയായിരിക്കും? 24 ആയിരിക്കും അല്ലെ? ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കുമ്പോൾ 24/8 3 നമ്മുടെ എന്റെയും ബിന്റെയും കൂടെ എഫിഷ്യൻസി. 24/12 2 ബിന്റെ എഫിഷ്യൻസി ആണല്ലോ. യെസ്. ഇനി ചോദ്യം എന്താ? അപ്പൊ എയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? എയുടെ എഫിഷ്യൻസി എയും ബിയും കൂടെ ചേർന്ന് 3 പാർട്ട് വർക്ക് കംപ്ലീറ്റ് ആവും. ബി ഒറ്റയ്ക്കാണെങ്കിൽ 2 പാർട്ട് ചെയ്യും. അപ്പൊ എയും ബിയും കൂടെ ചേരുമ്പോൾ 3 പാർട്ട് ആവണമെങ്കിൽ അതിൽ ബി എത്ര പാർട്ട് ചെയ്യുന്നുണ്ട്? 2 പാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എക്ക് എത്ര പാർട്ടേ ഉണ്ടാവുള്ളൂ? ഒരു പാർട്ടേ എ ചെയ്യുള്ളൂ അല്ലെ? അപ്പൊ എയുടെ എഫിഷ്യൻസി എത്രയാ? 1 ആണ് വരിക. ഇത് ചോദ്യം എന്താ? ബി alone worked for 4 days. ബി ഒറ്റയ്ക്ക് എത്ര ദിവസം വർക്ക് ചെയ്തു? 4 ദിവസം വർക്ക് ചെയ്തു അല്ലെ? അപ്പൊ ഒരു ദിവസം കൊണ്ട് 2 പാർട്ട് ചെയ്യും. അപ്പൊ 4 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 8 പാർട്ട് അവിടെ കംപ്ലീറ്റ് ആയി ആണല്ലോ. 4 × 2 8 പാർട്ട് കംപ്ലീറ്റ് ആയില്ലേ? ഇപ്പൊ റിമൈനിങ് എത്രയാ? ബാക്കിയുള്ള പാർട്ട് ഓഫ് വർക്ക് എത്രയാണ്? 24 പാർട്ടില് 8 പാർട്ട് അവിടെ ബാക്കിയുണ്ട്. 8 പാർട്ട് കംപ്ലീറ്റ് ആയി. അപ്പൊ 24 - 8 16 പാർട്ട് ആയിരിക്കും അവിടെ ബാക്കി ഉണ്ടാവുക ആണല്ലോ. ആ 16 പാർട്ട് ചെയ്യാൻ ഒരു ദിവസത്തിൽ ഒരു പാർട്ട് ചെയ്യുന്ന എക്ക് എത്ര ദിവസം വേണ്ടി വരും? എന്നാലോചിച്ച് നോക്കിയേ. എ ഒരു പാർട്ടാണ് ഒരു ദിവസം ചെയ്യാം. അപ്പൊ 16 പാർട്ട് ചെയ്യാൻ 16/1 16 ദിവസം വേണ്ടി വരും ആർക്ക്? എക്ക്. അപ്പൊ എത്ര ദിവസം കൊണ്ടായിരിക്കും ബാക്കി പാർട്ട് ഓഫ് വർക്ക് എ കംപ്ലീറ്റ് ആക്കാം? 16 ദിവസം കൊണ്ടായിരിക്കും കംപ്ലീറ്റ് ആക്കാം. After that, how long will A take to
alone take to complete the work എന്നുള്ള ചോദിച്ചിരിക്കുന്നത്. ഇതിന് ശേഷമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് ശേഷമുള്ള വർക്ക് എത്രയാണെന്ന് നോക്കും. 16 പാർട്ടാണ്. ആ 16 പാർട്ട് ചെയ്യാൻ ഒരു പാർട്ടാണ് ഒരു ദിവസം കൊണ്ട് ചെയ്യുക. 16/1 16 ദിവസമായിരിക്കും അവിടെ വരും. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? A and B can do a work in 45 days and 40 days respectively. They began the work together, but A left after some time and B completed the remaining work in 23 days. After how many days of the start of the work did A leave? എന്നുള്ളതാണ് ചോദിച്ചേക്കണം. എക്കും ബിക്കും കൂടെ ഒരു വർക്ക് ഓക്കെ, എക്ക് ഒരു വർക്ക് 45 ദിവസം കൊണ്ടും ബിക്ക് ഒരു വർക്ക് 40 ദിവസം കൊണ്ടും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മൾ ഇവിടുത്തെ LCM കണ്ടുപിടിക്കണം. LCM എത്രയായിരിക്കും? 45ന്റെയും 40ന്റെയും LCM. 45ന്റെയും 40ന്റെയും എന്ന് പറയുമ്പോൾ 45 എന്തായാലും വരില്ല, കാരണം 40ന്റെ മൾട്ടിപ്പിൾ അല്ല. അടുത്തത് 90 ആണ്. 90 എന്തായാലും വരില്ല, അത് 40ന്റെ മൾട്ടിപ്പിൾ അല്ല, അല്ലെ? പിന്നെ 135 വരില്ല, 180 വരില്ല, 225 വരില്ല. അങ്ങനെ അങ്ങനെ പോയി എത്രയാണ് വരിക? 360 ആയിരിക്കും ഇവിടുത്തെ LCM എന്ന് പറയുന്ന സ്ഥാനം. 360 ആയിരിക്കും LCM എന്ന് പറയുന്ന സ്ഥാനം. 360/45 360/45 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 8 ആയിരിക്കും കിട്ടുക, അല്ലെ? 8 പാർട്ട് A കംപ്ലീറ്റ് ചെയ്യും. 360/40 എത്ര പാർട്ട് കംപ്ലീറ്റ് ആവും? 9 പാർട്ട് ആര് കംപ്ലീറ്റ് ആക്കും? B കംപ്ലീറ്റ് ആക്കും. അപ്പോ 8 പാർട്ട് A കംപ്ലീറ്റ് ആക്കും, 9 പാർട്ട് B കംപ്ലീറ്റ് ആക്കും. അപ്പൊ ഇനി ചോദ്യം എന്താ? They began the work together, but A left after some time. അപ്പൊ ഇനിയിപ്പോ ഒന്നിച്ച് അവർ വർക്ക് ചെയ്യാൻ തുടങ്ങി. 8 + 9 ഒരു ദിവസം കൂടെ എത്ര പാർട്ട് അവർ കംപ്ലീറ്റ് ആക്കും? A 8 പാർട്ട് ചെയ്യുന്നു, B 9 പാർട്ട് ചെയ്യുന്നു. അപ്പൊ 8 + 9 17 പാർട്ട് ആര് കംപ്ലീറ്റ് ആക്കും? ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആവും. ആഫ്റ്റർ സം ടൈം, നമുക്ക് എത്ര ദിവസമാണെന്ന് അറിയില്ല. അപ്പൊ തൽക്കാലം നമ്മൾ അതിനെ X ഡേയ്സ് ആയിട്ട് എടുക്കുന്നു. 17 × X ഡേയ്സ് കൊണ്ട് എന്ത് ചെയ്തു? ആര് വർക്ക് ചെയ്തു? നമ്മുടെ എയും ബിയും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്തു. X ഡേയ്സ് എയും ബിയും കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്തു. അപ്പോൾ ഒരു ദിവസത്തിൽ 17 പാർട്ട് കംപ്ലീറ്റ് ആക്കുമ്പോൾ 17 × X 17X പാർട്ട് അവിടെ അവർ രണ്ടുപേരും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബി കംപ്ലീറ്റഡ് ദ റിമൈനിങ് വർക്ക് ഇൻ 23 ഡേയ്സ് എന്നാ പറഞ്ഞേക്കണം. ഒരു ദിവസത്തിൽ ബിയുടെ പാർട്ട് എത്ര വർക്കാണ്? 9 പാർട്ടല്ലേ ചെയ്യാം. അപ്പൊ അങ്ങനെ 23 ദിവസം കൊണ്ട് ബി എത്ര പാർട്ട് ചെയ്യും? 23 × 9 പാർട്ട് ബി ചെയ്യും. അപ്പൊ 17X + 23 × 9 ഇതെല്ലാം കൂടെ കൂടുമ്പോൾ എത്ര കിട്ടണം? അതായത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് എന്താ? 17X ഡേയ്സ് കൊണ്ട് രണ്ടുപേരും കൂടെ വർക്ക് ചെയ്തു. അപ്പൊ 17X പാർട്ട് കംപ്ലീറ്റ് ആയി. പ്ലസ് 23 × 9 പാർട്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? ഇവിടുത്തെ LCM ആയിട്ടുള്ള 360 ടോട്ടൽ പാർട്ട് ഓഫ് വർക്ക് കിട്ടും. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 17X = 17X + 23 × 9 എത്രയാ? 20 × 80 180, 9 27, 127 കൂടെ കൂട്ടി 207, അല്ലെ? 17X 207 കൂടെ കൂട്ടിയാൽ 360. 17X = എത്രയായിരിക്കും വരിക? 360 - 207. 360 207 പോയി കഴിഞ്ഞാൽ എത്രയായിരിക്കും വരിക? 0 7 പോല. അപ്പൊ ഇവിടുന്ന് കണ്ടെടുത്തു 5 10 7 പോയപ്പോ 3, അല്ലെ? 5 then 1 153 ആയിരിക്കും 17X. X ന്റെ വില എത്രയായിരിക്കും? 153/17, അല്ലെ? 153/17 എത്രയായിരിക്കും? 9 ആയിരിക്കും. 153/17 എത്രയായിരിക്കും? 9 ആയിരിക്കും. സോ ദാറ്റ് മീൻസ് എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് A ലീവ് ചെയ്തത്? 9 ദിവസം ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. കൺസെപ്റ്റ് പഠിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത്തരം ചോദ്യങ്ങൾ ചെയ്തെത്തിക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? A and B working separately can do a piece of work in 10 days and 15 days respectively. If they work on alternative days beginning with A, in how many days will the work be completed എന്നുള്ളതാണ് ചോദ്യം. Again നമ്മൾ ഇത് തന്നെ ചെയ്യാം. AB, അല്ലെ? 10 15 LCM എത്രയായിരിക്കും? 30 ആയിരിക്കും. Then 30/10 3 പാർട്ട് എക്ക് കംപ്ലീറ്റ് ചെയ്യാം. 30/15 2 പാർട്ട് ബി കംപ്ലീറ്റ് ചെയ്യും. സോ 2 പാർട്ട് ബിയും കംപ്ലീറ്റ് ആയി. ഇനി എന്താ ചോദ്യം? ആദ്യം എ തുടങ്ങി, ഒരു ദിവസത്തിൽ 3 പാർട്ട് ചെയ്തു. രണ്ടാമത്തെ ദിവസം ബി വർക്ക് ചെയ്തു. അപ്പൊ 2 ദിവസങ്ങൾ 3A + 2 5 പാർട്ട് കംപ്ലീറ്റ് ആവും, അല്ലെ? അപ്പൊ ഇൻ 2 days എത്ര പാർട്ട് കംപ്ലീറ്റ് ആവും? 5 പാർട്ട് വർക്ക് അവിടെ കംപ്ലീറ്റ് ആവുന്നത്. സോ 30 ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ, അല്ലെ 30 പാർട്ടാണ് അവിടെ മൊത്തത്തിലുള്ളത്. 30 ദിവസം കൊണ്ട് 30 പാർട്ട് വർക്കാണ് അവിടെ മൊത്തത്തിലുള്ളത്. 2 days വേണ്ടി വരും. 2 ദിവസം കൊണ്ട് 5 പാർട്ട്. അപ്പൊ അങ്ങനത്തെ 6 2 days വേണ്ടി വരില്ലേ? നല്ല 5 × 6 30 എന്ന് കിട്ടുള്ളൂ, അല്ലെ? ഒരു 2 ദിവസം കൊണ്ടാണ് 5 പാർട്ട് കംപ്ലീറ്റ് ആവുന്നത്. 4 ദിവസം ആകുമ്പോഴേക്കും അത് 10 ആയി. അങ്ങനെ 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 നോക്കുന്നു. 5 × 6 അല്ലേ 30 എന്ന് പറയുന്ന സാധനം, അല്ലെ? ഇവിടെ 5 × 6 ആണ് 30 എന്ന് പറയുന്ന സാധനം. പാർട്ട് കംപ്ലീറ്റ് ആവണമെങ്കിൽ 2 × 6 എത്ര ദിവസം വേണ്ടി വരും? 12 days അവിടെ വേണ്ടി വരും. സോ ദ ആൻസർ ഈസ് 12 days. സിമ്പിൾ, അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? If 5 persons together can make 5 mats in 5 hours, then
10 persons in 10 hours will make എത്ര മാത്സ് ആണെന്നുള്ളതാണ് ചോദ്യം. അഗെയിൻ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? മെന്നും തന്നിട്ടുണ്ട്, പിന്നെ ടൈമും തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ M1T1 ഡിവൈഡഡ് ബൈ 5 മാത്സ് എന്ന് പറയുന്നത് വർക്കാണ്. അപ്പൊ M1T1 ഡിവൈഡഡ് ബൈ W1 ഇസ് ഇക്വൽ ടു M2T2 ഡിവൈഡഡ് ബൈ W2 ആണ്. അപ്പൊ M1 എത്രയാ? 5 ആളുകൾ 5 മാത്സ്, സോറി 5 അവേഴ്സും ഉണ്ട് അല്ലെ? അപ്പൊ 5 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു M2 എത്രയാ? 10 ആളുകൾ 10 അവേഴ്സ് വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഓൾറെഡി ഈ ഒരു 5ഉം പോയി, ബാക്കി ഈ W2 ഇങ്ങോട്ടും വരട്ടെ, 5 അങ്ങോട്ടും വരട്ടെ. അപ്പൊ W2 ഇസ് ഈക്വൽ ടു എത്രയാണെന്നാ വരിക? 3 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 5. 10 5 എത്ര പ്രാവശ്യം പോവും? 2 പ്രാവശ്യം. അങ്ങനെ 2 ഇൻറ്റു 10 20 മാത്സ് ആയിരിക്കും അവർക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വർക്ക് W എന്ന് പറയുന്ന സാധനം എന്താണെന്ന് ക്ലിയർ ആണല്ലോ? ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ വർക്ക് ആൻഡ് ടൈം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. വളരെ സിമ്പിൾ ആണ് ഇതെല്ലാം. രണ്ട് കൺസെപ്റ്റുകൾ പഠിച്ചു വെച്ചാൽ നമുക്ക് ഏത് ചോദ്യങ്ങൾ വന്നാലും ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ, സോ ഇപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കണ്ടുപിടിക്കും. അതുവരേക്കും താങ്ക് യു.